ഹലോ നമസ്കാരം. ടിപ്സ് ഓഫ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ പാടാണ്, എന്താ പറയുക, പിന്നെ ഹസ്ബൻഡിനെ എഴുന്നേൽപ്പിച്ച് വിടണം, പിന്നെ ചെറിയൊരു പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കാണാം. ഹസ്ബു, എന്താ പരിപാടി? ഇത് നിന്ന് ഇത് നിന്റെ കണ്ണിന്റെ അവിടെ നിന്നാ ആരട്ടുന്നേ? ഇതെന്താ ഇതെന്താ ഓറഞ്ച് മുഴുവൻ തിന്നണേ സ്നാക്സ് ആയിട്ട്. അസുബു, നല്ല കോട മഞ്ഞാണ്. കോട നല്ലോണമൊന്നുമില്ല, കുറച്ച്. ബസ് വന്ന് ബസ് വന്നിട്ടാ പോവാ. അങ്ങനെ ഒരു വിധത്തിൽ ഹസ്ബൻഡ് ഞങ്ങൾ സ്കൂളിലേക്ക് വിട്ടു. ഇതിപ്പോൾ ഇനി ആസിക്ക് റെഡിയാക്കുന്നതാണ്. ആസിക്ക് പാലുണ്ട്, അതുപോലെ തന്നെ മുട്ട, ഈ രണ്ടും ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ആച്ചീന റെഡിയാക്കണം. ആച്ചീനെ റെഡിയാക്കിയിട്ട് ആച്ചി റെഡിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആച്ചി സ്വയം റെഡി ആയിക്കോളും. ഇനിയിപ്പോൾ ആച്ചിനെ വിളിച്ചിട്ട് റെഡിയാക്കിയിട്ട് ഇനി അവളെ ഇനി സ്കൂളിലോട്ട് വിടണം. അപ്പം ഇത്ര നേരം റമീസ് ഖാൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കേട്ടില്ലേ? കാരണം രാവിലത്തെ ഡ്യൂട്ടി ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുമ്പൊരു ഷോർട്സിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിപ്പം എഴുന്നേക്കാൻ ലേറ്റാവും, കാരണം വെച്ചാൽ രാത്രി ഒട്ടും തന്നെ ഉറക്കില്ലാത്ത കാരണം രാവിലെ എഴുന്നേക്കാൻ ലേറ്റാവും. പിന്നെ റമീസ്ക്ക് വിളിക്കുകയില്ല, വിളിച്ചാലും എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ഞാൻ കുറച്ച് ദിവസം ഒന്ന് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞൊരു ലോങ് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, റമീസ് ഖാൻ്റെ വീട്ടിലോട്ടേക്ക് നമ്മൾ സ്നാക്സൊക്കെ ഉണ്ടാക്കി പോകുന്നത്. അപ്പം അങ്ങനൊരു ചടങ്ങൊന്നുമില്ല കേട്ടോ. സ്നാക്സ് ഉണ്ടാക്കി എന്താ പറയുക, കുഞ്ഞിക്കലത്തപ്പം കാര്യങ്ങളും ഉണ്ടാക്കി പോകാമെന്നല്ലാണ്ട് ഒരു ഇതൊന്നും ഇല്ല. പക്ഷെ ഞാൻ എൻ്റെ ആഗ്രഹത്തിൻ്റെ മേലെ ഉണ്ടാക്കിയതാണെന്ന് ഞാൻ ആ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ട് കുറച്ച് ദിവസം, ഒരു 2-3 ദിവസമായിട്ടാണ് ഞാൻ കുറച്ച് സ്നാക്സ് സ്റ്റോർ ചെയ്യുന്നതായതുകൊണ്ട് അങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഇത് കാരണം എനിക്ക് വീണ്ടും എന്താ പറയുക, സെർവിക്സ് ലെങ്ത് ഒന്ന് ഷോർട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വീണ്ടും ഞാൻ ബെഡ് റെസ്റ്റിലോട്ടേക്ക് മാറി. അപ്പം ഇപ്പം തീരെ ഒന്നിനും വയ്യ. പിന്നെ ഞാൻ എൻ്റെ പ്രഗ്നൻസി സ്റ്റോറി വേറെ തന്നെ പറയാം, ഇതിനകത്ത് അതിനെക്കുറിച്ചിട്ടൊന്നും പറയുന്നില്ല. കാരണം വെച്ചാൽ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതറിയാത്ത ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ഞാൻ രാവിലെ എഴുന്നേക്കാറുമില്ല, എന്നെ എഴുന്നേക്കാൻ സമ്മതിക്കില്ല. വന്നാൽ തന്നെ അടുക്കളയിലോട്ടേക്കൊന്നും ഒരു ജോലിക്കും സമ്മതിക്കില്ല. പിന്നെ കുറേ പേര് എൻ്റെ ഷോർട്സ് കണ്ടിട്ട് എങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അങ്ങനെയുള്ള ഭർത്താക്കന്മാരുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് അങ്ങനെ അവർക്ക് ഭർത്താക്കന്മാർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അമ്മായിയമ്മ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വീട്ടിലുള്ളവർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് സ്ത്രീകളെ വിഷമങ്ങൾ കാണാൻ പറ്റിയിട്ട് അതിനകത്ത് പാവം എനിക്ക് ശരിക്കും സങ്കടം തോന്നി. പിന്നെ എല്ലാ ആണുങ്ങളും ചെയ്യാത്തതുകൊണ്ടായിരിക്കില്ല, അവർക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും. പിന്നെ ഇടയ്ക്ക് ഭാര്യമാരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഈ വീഡിയോസ് കാണുന്നത്. കുറച്ച് മെയിൽ ആൾക്കാർ കാണുന്നുണ്ട്, നമ്മളെ കാറ്റഗറിയൊക്കെ നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അവരോടാണ്, നിങ്ങളുടെ വൈഫിനെയൊക്കെ ഇടയ്ക്കൊക്കെ ഹെൽപ്പ് ചെയ്യുക കേട്ടോ. ഇതുപോലെ ഡെയിലി ചെയ്യണം എന്നല്ല. റമീസ്ക്കാക്ക് ഇപ്പോൾ എൻ്റെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ മാത്രം താമസിക്കുന്നതുകൊണ്ടൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത്. വീട്ടിൽ ആരും ഹെൽപ്പിനൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിരിക്കുക. ഇത് നമ്മുടെ മിലോ കേട്ടോ. മിലോ ഞാൻ മുമ്പത്തെ വീഡിയോ റമീസ് ഖാൻ്റെ ഒരു കടി കിട്ടി നമ്മൾ ഇഞ്ചക്ഷൻ എടുത്ത വീഡിയോ ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. മിലോനെ നമ്മൾ റമീസ് ഖാൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതിന് ശേഷം അങ്ങനെ പുറത്തോട്ടേക്കൊന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല. കുറേ നാൾ കൂട്ടിൽ തന്നെയായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ അവനൊന്നും ഇണങ്ങാതെ എങ്ങോട്ടെങ്കിലും പോകുമെന്നുള്ളൊരു പേടി കാരണം
പക്ഷെ അവനിപ്പോൾ നന്നായിട്ട് നമ്മളുമായിട്ട് ഇണങ്ങി. ഇവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക, റമീസ്ക ഫണ്ണായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഇവൻ വല്ല നമ്പൂതിരിയുടെയോ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച പൂച്ച എന്ന് പറയും. കാരണം വെച്ചാൽ മീനുള്ള ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ കഴിക്കുന്ന ചോറിൻ്റെ ക്വാണ്ടിറ്റിനേക്കാൾ കൂടുതൽ ഇവന് പരിപ്പൊക്കെ കൂട്ടിയിട്ടാണ് ചോറ് കഴിക്കുക. അവന് ഏറ്റവും ഇഷ്ടം പരിപ്പും ചോറും കഴിക്കാനാണ്. അതുപോലെ വെജിറ്റബിൾസ് കഴിക്കും, ബിസ്ക്കറ്റ്, നമ്മൾ കഴിക്കുന്ന ബിസ്ക്കറ്റുകളുണ്ടല്ലോ അതൊക്കെ കഴിക്കും. ഇവന് വാങ്ങുന്ന ഫുഡ് കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഇവൻ കൂടുതലും കഴിക്കുന്നത്, കൂടുതൽ കുട്ടികളായിട്ട് അടി ഉണ്ടാക്കുന്നതൊക്കെ പരിപ്പും ചോറിനും വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു പ്രത്യേകതരം പൂച്ച കേട്ടോ. എന്ത് കൊടുത്താലും കഴിച്ചോളും. തക്കാളിക്കറി ആണെങ്കിലും ശരി, പരിപ്പാണെങ്കിലും ശരി, വെണ്ടക്കക്കറി ആണെങ്കിലും ശരി, അങ്ങനെയുള്ളൊരു ക്യാറ്റാട്ടോ അത്. ഇപ്പം എല്ലാവരുമായിട്ട് നന്നായിട്ട് ഇണങ്ങി. എന്നാലും റമീസ് ഖാനെ ഇപ്പോഴും കടിക്കുന്നുണ്ട്. പക്ഷേ റമീസ് ഖാൻ്റെ ധൈര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഇഞ്ചക്ഷൻ ലൈഫിൽ ഒരു തവണ മാത്രമേ എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഓൾറെഡി എടുത്തല്ലോ, അതുകൊണ്ട് ഇപ്പോൾ അവൻ കടിച്ചാലും പ്രശ്നമില്ല. പിന്നെ അവനും ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പം ഇപ്പം എല്ലാവരുമായിട്ട് ഇണങ്ങി. ഞാൻ പിന്നെ അങ്ങനെ അടുപ്പിക്കാറില്ല, കാരണം ഞാൻ ഇഞ്ചക്ഷൻ എടുത്തിട്ടുമില്ല. ഈ സമയത്ത് എനിക്കത് പറ്റുമില്ലല്ലോ. കുഞ്ഞുങ്ങളും അങ്ങനെ ഞാൻ അവരെ സമ്മതിക്കാറില്ല കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം പറഞ്ഞു പറഞ്ഞ് എങ്ങോട്ടോ എത്തിയല്ലേ. ഈ റമീസ് ഖാൻ്റെ ഉപ്മാവ് ഉണ്ടാക്കൽ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. പിന്നെ ഞാൻ ഇന്ന് അക്ഷയയിലോട്ടേക്ക് പോകുന്ന കാരണം ഉച്ചയ്ക്കുള്ള ഫുഡൊന്നും ഉണ്ടാക്കി വെക്കുന്നില്ല, ഞാനും കൂടെ പോകുമല്ലോ. പിന്നെ അതിനിടയിൽ ആച്ചി എഴുന്നേറ്റ് വന്നു. ആച്ചിന് ഫ്രൈഡേ ആയത് കാരണം തന്നെ അത്യാവശ്യം ലേറ്റായിട്ടാണ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു വെപ്രാളമാണ് കാണുന്നത്. പിന്നെ അവളുടെ യൂണിഫോം ഇതല്ല, അവരുടെ സോഷ്യൽ സർവീസിൻ്റെ ഫ്രൈഡേ അവർ ആ യൂണിഫോമാണ് ഇടുന്നത്. അപ്പം അതിട്ടിട്ടാണ് പോകുന്നത്. ഒരു ഒരുക്കക്കുറവ് കാണുന്നുണ്ടാകും, കാരണം വെച്ചാൽ അവൾ ടെൻഷനായി, കാരണം ലേറ്റായി പോകാൻ വേണ്ടിയിട്ട്. ഉറങ്ങിപ്പോയതാണ് കാരണം. റമീസ്ക്ക് ഒരുപാട് തവണ വിളിച്ചു, പക്ഷേ ഫ്രൈഡേ ആയിട്ട് എഴുന്നേക്കാൻ മടി കാണിച്ചിട്ടാണ്. അപ്പോൾ അവളെയും കൂടെ പറഞ്ഞു വിട്ടതിന് ശേഷം അപ്പോഴത്തേനും നമ്മുടെ വാഷിംഗ് മെഷീൻ കംപ്ലൈൻ്റ് ആയിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതങ്ങനെ എനിക്ക് കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ വാങ്ങിയിട്ട് 4 വർഷമായിട്ട് ഒരു തവണ ഗ്യാസ്കറ്റ് എന്തോ മാറ്റിയതല്ലാതെ അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം നല്ല പണിയാണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ബോർഡ് അടിച്ച് പോയേക്കുവാണ്. അപ്പോൾ തന്നെ ഇപ്പോൾ ആ ഒരു പണിയും കൂടെ ഇപ്പോൾ റമീസ്ക്കാക്ക് കൂടുതലായിട്ടുണ്ട്. പിന്നെ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെറുത് ഞാനൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം വെച്ചാൽ വാഷിംഗ് മെഷീൻ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് സ്ത്രീകൾക്ക് മനസ്സിലാവുമല്ലേ. ഇപ്പം ഒന്നാമത് സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ പാച്ചിനോട് കുളിക്കുന്ന സമയത്ത് അവളുടെ യൂണിഫോമൊക്കെ വാഷ് ചെയ്തിടാൻ വേണ്ടി പറയും. അങ്ങനെയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് ഞങ്ങളുടെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ അത്യാവശ്യം നല്ല കമ്പനി നോക്കിയിട്ട് ഇതൊക്കെ മെഷീനൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവരെ കസ്റ്റമർ സർവീസ് നന്നായിരിക്കും. ഞങ്ങളുടെ ഇത് സാംസങ്ങിൻ്റെ ആൾക്കാരായതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ വന്നിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അവരോട് മാക്സിമം പെട്ടെന്ന് തന്നെ നമുക്ക് റീപ്ലേസൊക്കെ ചെയ്തു തരാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവരും കൂടെ പോയിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ ഈ സമയത്തൊന്നും എഴുന്നേറ്റിട്ടില്ല കേട്ടോ. ഞാൻ എഴുന്നേറ്റ് ഉറക്കം തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ വന്നിട്ടുണ്ടെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഞാൻ കരുതി അവരൊക്കെ പോയതിന് ശേഷം റൂമിൽ നിന്ന് പുറത്തോട്ടേക്ക് ഇറങ്ങാമെന്ന് കരുതിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. ഇപ്പം ഞാൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ചൊന്ന് ലേറ്റായി എണീക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേന് എനിക്ക് എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചായ കുടിച്ചിട്ട് പോകാൻ നോക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാരിനോട് കിച്ചണൊന്ന് കാണിച്ചു തരുമെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് കിച്ചൺ ടൂറായിട്ട് ചെയ്യാനുള്ള ഒരു ആരോഗ്യസ്ഥിതി ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്തായാലും ചെയ്ത് കാണിച്ചു തരാം. കുഞ്ഞു കിച്ചണാണ്, അതിന് ഞാൻ കുറച്ചൊന്ന് എന്താ പറയുക എൻ്റേതായ ഇഷ്ടത്തിന് ആക്കിയെന്നേ ഉള്ളൂ. ചായ കുടിക്കാം. ഉപ്മാവെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. പിന്നെ ലൈറ്റ് ഫസ്റ്റ് ട്രൈ ചെയ്യാൻ ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ. അപ്പം എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ അടുക്കി പിടിച്ചാമോ? പിടിച്ചിട്ടുണ്ടാവില്ല. ഇല്ല, സെറ്റാണ്, കാണുമ്പോൾ സെറ്റാണ്. ഇനിയിപ്പോൾ തിന്നു നോക്കിയാൽ അറിയാം. ഈ ഉപ്മാവ് നമുക്ക് അറിയില്ലാണ്ട് പെട്ടെന്ന് കഴിക്കാൻ പറ്റും. എനിക്കിഷ്ടമാണ്. കഴിച്ചൂടെ? കഴിച്ചിട്ട് പോകാൻ നോക്കല്ലേ. എന്താ കോലം കണ്ടിട്ട് ആൾക്കാർ ഞെട്ടുമായിരിക്കും. എനിക്ക് ഒന്നുമില്ല ഇപ്പത്തെ. എന്നാ റെഡിയാവല്ലേ? റെഡിയാക്കാം. എനിക്കാൻ ഉപ്മാവ് കഴിച്ച് നോക്കട്ടെ. സൂപ്പർ എന്ന് പറ. കൊളായിട്ടെന്ന് പറ. അടിപൊളിയാണ്. പക്ഷെ ഉപ്പ് കുറച്ച് കുറവാ. ഞാൻ കുറവെന്നേ ഉള്ളൂ. ഉപ്പ് എനിക്ക് കറക്റ്റ് കിട്ടൂല. കുഴപ്പമില്ല. കല്ലുമ്മക്കായി വരുന്നുണ്ട്. ചോദിച്ചോക്കട്ടെ.
അക്ഷയയിലോട്ടേക്ക് പോകാറില്ല. പക്ഷേ ഇന്ന് അർജൻറ്റായിട്ട് ഞാനവിടെ ഉണ്ടായേ പറ്റുള്ളൂ. കുറച്ച് നേരമെങ്കിലും ഞാനവിടെ വേണം ഒരു ഇൻസ്പെക്ഷൻ്റെ കാര്യമായിട്ട്. അതുകൊണ്ട് പോകാൻ വേണ്ടി റെഡിയാവുന്ന. കല്ലുമ്മക്കായി നിർത്തുന്നില്ല ഒരേ പോക്ക്. പിന്നെ എന്തിനാ കല്ലുമ്മക്കായി എന്ന് വിളിച്ച് പറയുന്നത്? കട്ട. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പോകുമ്പോൾ കാണാം കേട്ടോ. രസമുണ്ട്. ഞാൻ മറ്റേ സാധനം ഇട്ടണം, പിന്നെ ഉഴുന്നിട്ടണം. നിങ്ങൾ ഉഴുന്നെന്ന് പറയും, നമ്മൾ ഉഴുന്നെന്ന് പറയും. ഉഴുന്നെന്ന് പറയാം. അങ്ങനെ ഞാൻ റമീസ്ക്കും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എനിക്ക് രാവിലെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. രാവിലെ എന്നല്ല, ഏത് സമയത്ത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഇപ്പം ഭയങ്കരമായിട്ട് ക്ഷീണം, എനിക്ക് പെട്ടെന്നൊരു പരവേശം പോലെയൊക്കെ വരുന്നത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലാണ്. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള പറഞ്ഞാൽ ഒരുപാട് ടൈം എടുത്തിട്ടാട്ടോ ഇപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല വെയിലുണ്ടല്ലേ? നല്ല വെയിലാടാ. രാത്രി അത്യാവശ്യം തണുപ്പ് തുടങ്ങി, ഇപ്പം നല്ല വെയിൽ. നല്ല വെയിൽ വെച്ചാൽ വെയിലിന് ഭയങ്കര ചൂടും സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഡോറ് ക്ലോസ് ചെയ്തേക്കട്ടെ. ക്ലോസ് ചെയ്തോ. ഇപ്പൊ രാവിലെ നീട്ടിട്ട് എല്ലാ പരിപാടിയും തീർത്തിട്ടുണ്ടെങ്കിലും നമ്മൾ പുറത്തോട്ടേക്ക് ഇറങ്ങുമ്പോൾ ഉച്ചയായി. ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് ഇവളെ ബുദ്ധിമുട്ടും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലെല്ലാം കുറച്ച് ടയർഡാവല് കൂടുതലാണ്. അപ്പം വീണ്ടും പോയി കിടന്ന് അങ്ങനെയെല്ലാം ലേറ്റായി. എന്തേനു ഇന്നത്തെ ഇത് അത്രയും അത്യാവശ്യമായത് മാത്രമാണ്. പിന്നെ കുറച്ച് എല്ലാം ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് ഇപ്പം നിങ്ങൾ ധാരണയുണ്ടോ ഇവിടെ നല്ല മഴയുണ്ടോ ഇടിയുണ്ടോ എന്നല്ല. ഇത് മഴയൊന്നല്ല, ഇത് ഇപ്പം ഞാൻ ഇറങ്ങാൻ നേരത്തൊന്ന് വെള്ളടിച്ചാണ്. അതങ്ങനെ മനസ്സിലാവുന്നില്ല. ഉണ്ട്, നേരത്തെ നല്ല വിസിബിൾ ആയിരുന്നു. പിന്നെ ഇപ്പം നേരെ അക്ഷയയിലോട്ട് പോയിട്ട് പിന്നെ അതിനുശേഷം എന്താ വീട്ടിലോട്ടേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്, അതൊക്കെ മേടിക്കണം. പിന്നെ വേറെന്താ, നിങ്ങളെ ഹെയർ കട്ട് ഒന്നൊന്നും മുറിക്കണം. കണ്ടില്ലേ, ഒന്ന് കാണിച്ചിട്ട്. അതെ, ഇതെങ്ങനെയുണ്ട് ഈ മുറിച്ചത്? അടിപൊളിയല്ലേ? പക്ഷെ എന്താ ചെറുതായിട്ടൊന്നും കൂടെ ഷേപ്പ് ചെയ്യാനുണ്ട്. ഈ മുടി മുറിച്ചത് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഹെയർ കട്ടർ എടുക്കുന്നതാണ് ഞാനാണ്. ഞാൻ മുടി മുറിക്കാൻ പറഞ്ഞിട്ട് മുടി മുറിക്കുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഞാൻ തന്നെ എടുത്തിട്ട് ട്രിമ്മർ വെച്ച്. പക്ഷെ ഇത് കാണുന്നവർ പറയട്ടെ, എനിക്ക് മുടി ഉള്ളതാണോ രസം മുടിയില്ല? മുടിയുള്ളത് ഒരുപാട് വ്യൂസ് ഉണ്ടാവല്ലോ. മുടി ഉള്ളതാണോ രസം, അല്ല ഹെയർ കട്ട് ചെയ്തതിന് ശേഷമാണോ? അതൊന്ന് ലാസ്റ്റ് ഹെയർ കട്ട് ചെയ്തതിന്റെ ഒരു വീഡിയോ വരുമല്ലോ, അന്നേരം പറഞ്ഞിട്ടോ നോക്കിട്ട് പറയും. അല്ലെ ഹെയർ കട്ട് ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, അപ്പൊ വ്യാഴാഴ്ചയില് ചെയ്ത് സുന്നത്തൊന്നു എന്താ ചെയ്താല്? അല്ല, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് മുടി ഉള്ളതായിട്ട് എനിക്ക് കുറച്ച് ഭംഗി തോന്നാറേ, മുടിയും താടിയെല്ലായിട്ട്. ഇപ്പൊ താടി നോക്കിയാ പറ്റ കളഞ്ഞ്. ഇന്നലെ ഇത്രയോളം ഉണ്ടായതാണ്, ഇതിപ്പോ നോക്കിയാ അത്ര മതി. വീഡിയോ ഇല്ല, ഒന്നുമില്ല. ഇനിയിപ്പോ താടിയും മുടിയൊക്കെ ഷേപ്പ് ചെയ്യണം. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഇന്ന് അക്ഷയ പോണെന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ എന്താ പറയാ, അതിനിടയിൽ ആ വാഷിംഗ് മെഷീൻ നന്നാക്കാൻ ആള് വന്ന്. വാഷിംഗ് മെഷീൻ ഇപ്പൊ 3-4-5 ദിവസമായല്ലേ പോയിട്ട്. അപ്പൊ സാംസങ്ങിന് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷമാണ് അവര് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ അങ്ങനെ കുറച്ച് തിരക്കുകൾ. അപ്പൊ ഓരോ വിശേഷങ്ങൾ പറ്റുന്ന പോലെയില്ല ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ലാസ്റ്റ് വരെ ഉണ്ടാവുന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അതിനിടയ്ക്ക് ചിലപ്പോൾ ടയർഡായി വീണുന്നവരല്ലേ, ഇടയ്ക്ക് ആരോഗ്യസ്ഥിതി അത്ര ഓക്കെ അല്ല. അപ്പം കാണാം നമ്മുടെ അക്ഷയയിൽ എത്തിയിട്ട് അക്ഷയയിലെ വിശേഷങ്ങളും അതിനുശേഷമുള്ള വിശേഷങ്ങളും. പിന്നെ ഈ ഡ്രസ്സിൽ എന്നെ കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കണം 1-2 ഡ്രസ്സ് വീഡിയോനകത്ത്. റമീസ്ഖാനെ ചില ആൾക്കാർ ചോദിക്കലുണ്ട്, റമീസ്ക്ക് എന്താ ഇപ്പോൾ ഇത് തന്നെ ഇടുന്നതെന്ന് ചോദിക്കലുണ്ട്. ഒന്നാമത് നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ടിന്യൂ എല്ലാ ദിവസവും എടുക്കുന്നില്ല. വീഡിയോ എടുക്കുന്ന ദിവസം എങ്ങനെയോ അതേ സെയിം ഡ്രസ്സിലായി പോവും. രണ്ടാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് എല്ലാ ഡ്രസ്സും ഇപ്പോൾ ആവുന്നില്ല. പിന്നെ ഞാൻ അങ്ങനെ ഡ്രസ്സൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല. കാരണം എവിടെയും പോകുന്നില്ല, വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്നതല്ല, എപ്പോഴെങ്കിലും അല്ലേ പുറത്തിറങ്ങുന്നുള്ളൂ. അങ്ങനെ ഡ്രസ്സൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല. എന്തിനാ വെറുതെ. പിന്നെ ഇനി ഹോസ്പിറ്റൽ ബാഗിലോട്ടേക്ക് വാങ്ങുന്ന സമയത്ത്
വാങ്ങാം എന്നുള്ള ഇതിനകത്താണ്. അപ്പോൾ അതുകൊണ്ടുള്ള ഡ്രസ്സ് കുറച്ച് ലൂസായിട്ടുള്ള ഏതാ ഡ്രസ്സ് അത് തന്നെ പുറത്തോട്ടേക്ക് ഇറങ്ങുമ്പോൾ അതുകൊണ്ടാണ്. അങ്ങനെ പർദ്ദ ആയാലും ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ വയറിൻ്റെ ഭാഗത്ത് ഭയങ്കര ടൈറ്റായിട്ട് കാണുന്നുണ്ട്. അതിലും കുറച്ചുകൂടെ ലൂസായിട്ടുള്ള ഡ്രസ്സ് ഏതാണോ നോക്കിയിട്ട് അത് എടുത്തിടും. അതുകൊണ്ടാണ് വർത്തമാനം പറയുമ്പോൾ കിതക്കുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ എടീങ്ങ് നിർത്ത്, ആളില്ലാത്തടത്ത് നോക്കിയിട്ട്. അറിയാന്ന് തോന്നുന്നു നമ്മളെ ഇങ്ങനെ നോക്കുന്നേ. അവ ആയി നോക്കിയതായിരിക്കും. ഇവിടെ വരും ഇറങ്ങിക്കാം. പുറത്തിറങ്ങുമ്പോൾ നിങ്ങളെ മെയിൻ പ്രശ്നം എന്നാ? എണ്ണ ചെലവ്. ഇപ്പം നമ്മൾ മെയിനായിട്ട് പറയുന്നതാണ് നമ്മളെ എണ്ണ ചെലവ്. എത്രയാണ് ഒരു മാസത്തിൽ എത്ര എണ്ണ അടിക്കുന്ന കണക്കില്ല. 2 വീല് തന്നെയാണ് കേട്ടോ ബെറ്റർ. കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ 2 വീലില് ഇലക്ട്രിക് ആണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. അതാകുമ്പോ വലിയ ചെലവില്ല. നമ്മള് ബാക്കിയൊന്നും അങ്ങനെ വലിയ ചെലവില്ലെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ചെലവാക്കുന്നത് വണ്ടിയിൽ എണ്ണ അടിച്ചിട്ടാണ്. അതിനൊരു കണക്കില്ല ഇതുവരെയായിട്ട്. എനിക്ക് കണക്ക് വെക്കേണ്ടി വരും. അത് നമ്മൾ തീരുമാനം എടുത്തിട്ടാ. പിന്നെ ന്യൂ ഇയർ ആവുന്നതിന് മുമ്പേ അത്യാവശ്യത്തിന് മാത്രം 4 വീൽ എടുക്കുക, അല്ലാത്ത സമയത്ത് പബ്ലിക് ട്രാൻസ്പോർട്ട്, ബസ്, അതുപോലെ 2 വീല് അങ്ങനെയല്ല. 2 വീല് പിന്നെ ഇക്കാക്ക് എടുത്തിട്ട് പോകുന്നതുകൊണ്ട് എപ്പോഴും കിട്ടൂല. കിട്ടുമ്പോൾ മാക്സിമം അതെടുത്തിട്ട് പോകും. കുറേ നേരം ഫോണിൽ ഇങ്ങനെ പിടിക്കാൻ എനിക്ക് പറ്റുന്നില്ല, കൈ നല്ല വേദന എടുക്കുന്നത്. അങ്ങനെ വീഡിയോ എടുത്ത് കുറേ ആയില്ല ഇപ്പം അധികം വീഡിയോ എടുക്കാത്തല്ലേ. അതുകൊണ്ട് എനിക്ക് ഒരു സെറ്റപ്പെല്ലാം ആക്കിയിട്ട് വണ്ടീൻ്റെ സെൻറ്ററിൽ വെച്ച്, വണ്ടിയിൽ സ്റ്റാൻഡ് ഉണ്ടായിട്ടില്ല ഫോണിൻ്റെ. അപ്പം ഏകദേശം അക്ഷയ എത്താനായി. സമയം 12:45. 2:30 ആകുമ്പോൾ ഹസ്ബു എത്തും. അപ്പത്തേന് തിരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വീട്ടിലോട്ടേക്ക് എത്തണം, അല്ലെങ്കിൽ വിളക്കോടേക്ക് ഇറക്കാൻ വേണ്ടി പറയണം. പിന്നെ കുറേ ആൾക്കാർ കാണണം എന്നെല്ലാം പറയുന്നുണ്ട് റമിക്ക നമ്മളെ. പക്ഷെ ഒരാൾ ഇങ്ങനെ വീഡിയോ കാണുന്ന ഒരാൾ വീട്ടിൽ വന്നാൽ കാണാൻ പറ്റുമെന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രശ്നം എന്താ വെച്ചാൽ എനിക്ക് കാണുന്നതിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ ഫുൾ ടൈം കിടപ്പിലായിരിക്കും. അപ്പോൾ നമുക്കൊരാൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലോട്ടേക്ക് ഒരാൾ വരുമ്പോൾ അവരെ ജസ്റ്റ് ഓവർ ട്രീറ്റ് ചെയ്യുന്നല്ല, ഒന്ന് ട്രീറ്റ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുമ്പോൾ ഒരു വിഷമമല്ലേ അല്ലേ. റമിക്ക വീട്ടിലുണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. സ്ഥിരമായിട്ട് തന്നെ കാണണം എന്നല്ല, നമ്മളെ കാണണം എന്നെല്ലാം പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ സെൻറ്റർ കാണിച്ചു കൊടുക്കാം. എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ടോ എന്ന് തോന്നുന്നു. ഏത് ഇത് പരിപാടി നടക്കുന്നതല്ല, നമ്മള് പള്ളിയിൽ ഉദ്ഘാടനം കഴിഞ്ഞതാ. ഞാൻ ഇങ്ങോട്ടേക്ക് വരാത്തോണ്ടൊന്നും അറിയുന്നില്ല. കാണിച്ചു തരാം. നല്ല ഡെക്കറേഷൻ എല്ലാം ചെയ്തിട്ടുണ്ട്. 1 മിനിറ്റ് അതൊന്ന് ബാക്ക് എടുത്തി. ഇതാ നമ്മളെ കാണിച്ചു തരാമല്ലോ അക്ഷയ സെൻറ്റർ. ഇതാ ഇങ്ങനെ കണ്ടല്ലേ, അത് നീല ബോർഡ്, അത് അക്ഷയ സെൻറ്റർ. ഇത് വിളക്കോട് ടൗണ്. അപ്പം എന്താ ഇനി സെന്ററിലോട്ടേക്ക് പോട്ടെ. വെള്ളിയാഴ്ച ആയതുകൊണ്ട് കടകളെല്ലാം അടച്ചിട്ടാണ്. എല്ലാവരും പള്ളിക്ക് പോകുന്ന സമയമില്ലേ. ഞാൻ അപ്പോഴേ ഒരു കാര്യം ചെയ്യാൻ തന്നെ അവിടെ ഇറക്കി തരാം, എന്നിട്ട് ഞാൻ പള്ളിയിലോട്ട് പോവാം. ഓക്കെ. ഇതിവിടെ വന്ന് പുതിയ അപ്സര ബേക്കറി. നാട് പുരോഗമിക്കുന്നതാ. ഇവിടുന്ന് തിരിക്കാം. അപ്പം ഞാനിവിടെ ഇറങ്ങി, നിങ്ങൾ പള്ളിക്ക് പോയിട്ടോ. നോക്കട്ടെ. സെൻറ്ററിൽ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ബാങ്കിലോട്ടേക്ക് ഒന്ന് പോകണമായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ പേരാവൂരൊക്കെ ആയത് കണ്ടും പേരാവൂരിൽ തന്നെ കുറച്ച് സാധനങ്ങളും കൂടെ പർച്ചേസ് ചെയ്യാനുണ്ട്. ഇവിടെ കയറിയ സമയത്ത് വീണ്ടും ഞാനൊന്ന് ടയേർഡായി. അവിടുത്തെ ചേച്ചി എനിക്ക് വെള്ളമൊക്കെ തന്നിട്ടാ. അത് നോക്കിയിട്ട് എടുക്കുന്നത് 5 കിലോ അങ്ങനെ വാങ്ങി. 3 കിലോ വാങ്ങുന്നു. ഒന്നും കൂടെ വാങ്ങിച്ചു തോന്നുന്നു. ചെറുപയർ വേണം എനിക്ക്. എടുക്കട്ടെ. 4 വാങ്ങിച്ചു. പഞ്ചസാര 1 മാസത്തേക്കല്ലേ.
അവിടുന്ന് വിളക്കോട് നിന്ന് ഇറങ്ങിയിട്ട് ഒന്ന് പേരാരൊക്കെ വരണ്ട് ഒന്ന് ബാങ്കിലോട്ടേക്ക് ഒന്ന് വരണേനു. യാത്ര ചെയ്യാൻ പാടില്ല എനിക്ക്, പക്ഷെ ഇത് ഞാൻ തന്നെ അത്രയും നിർബന്ധമുള്ള കാര്യമായതുകൊണ്ട് ഇറങ്ങിയേ പറ്റുള്ളൂ. പിന്നെ വിചാരിച്ച് നേരത്തെ പറഞ്ഞ പോലെ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ വണ്ടിയിലിരുന്ന് ഇറങ്ങിക്കാൻ വാങ്ങി. ബില്ല് കാണിക്കുന്ന ആരെങ്കിലും ചോദിക്കും നമുക്കൊന്നുമല്ലല്ലോ നിങ്ങൾക്കല്ലേ. അപ്പോൾ അന്നേരം ഒടുക്കത്തെ വിശപ്പ്, എന്തെങ്കിലും ഒന്ന് കഴിച്ചേ പറ്റുള്ളൂ, ഒന്ന് കൺട്രോൾ ചെയ്യാൻ. അപ്പം ഇവിടെ ഒരു ചായയെങ്കിലും കുടിക്കട്ടെ. മുമ്പ് ഞാൻ ഉമ്മാൻ്റെ കൂടെ നിൽക്കുന്ന സമയത്തുണ്ടല്ലോ, വൈകുന്നേരം അക്ഷയിൽ നിന്ന് ഇറങ്ങിയിട്ട് വരുന്ന സമയത്ത് ആച്ചിക്ക്, അന്ന് അസ്ബു ഇല്ല, ആച്ചിക്കും ഉമ്മാക്കും ഞാൻ മിക്കപ്പോഴും എന്തെങ്കിലും എണ്ണക്കടികൾ വാങ്ങിക്കൊണ്ട് കൊടുക്കുന്ന കടയാട്ടോ ഇത്. എനിക്ക് ഇവിടുത്തെ ഭക്ഷണം ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ റമീസ്ഖാനോട് പേരായിരുന്നു കുറച്ച് ഇങ്ങോട്ടേക്ക് വരാനുണ്ട്, അപ്പം നമുക്ക് അവിടെ പോയിട്ടൊന്ന് ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഉച്ച സമയമായിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ പോയിട്ട് ജസ്റ്റ് നെയ് റോസ്റ്റും അതുപോലെ തന്നെ റമീസ്ക ഒരു മസാല ദോശയൊക്കെ കഴിച്ചു. നെയ് റോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അവരോട് പറയും എനിക്ക് അത്യാവശ്യം നല്ലപോലെ നെയ്യ് ഇട്ടിട്ട് തന്നെ നെയ് റോസ്റ്റ് ആക്കി തരണേന്ന്. ഈ കടയിൽ നിന്നല്ല, ഞാൻ എല്ലാവരുടെയും പറയും കേട്ടോ. അത് ഞാൻ പറഞ്ഞു വാങ്ങിച്ച മസാല ദോശ, പക്ഷേ മസാല ദോശയല്ല, നെയ് റോസ്റ്റ്. ചൂടോട് നെയ്യൊട്ടും കുറക്കണ്ടെന്ന് പറഞ്ഞിട്ട് നല്ല ക്രിസ്പി ആക്കി തന്നിട്ടുണ്ട്. ഞാൻ കഴിക്കട്ടെ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ അക്ഷയയിലോട്ടേക്ക് വന്ന്. അപ്പോഴത്തേനും ഹസ്ബു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിലില്ലാത്ത കാരണം അവിടെ വിളക്കോടൊക്കെ അവളെ ആക്കാൻ വേണ്ടിയിട്ട് അവളുടെ ഡ്രൈവറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൗമ്യേച്ചി അവളെ കൂട്ടി അവിടെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേനും നല്ല തിരക്കായിരുന്നു. അപ്പോൾ റമീസ്ക നേരെ റമീസ്ഖാൻ്റെ ഡ്യൂട്ടിയിലോട്ടേക്ക് പോയി ആധാറൊക്കെ എടുക്കുന്നുണ്ട്. സൗമ്യേച്ചിൻ്റെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാ പറ്റൂ, എന്തിനാ എക്സ്പ്രഷൻ എടുത്ത് നേടി പോയേ? അക്ഷയല്ല, എന്തിനാ? എന്ത് പരിപാടി? എന്താ ഞെക്കിനി ലാപ്ടോപ്പില്? അതോ, അങ്ങനെ പറയരുതേ. ഇതെന്റെ പാപ്പ ഷർട്ടാണ്, ഇതും പാപ്പ ഷർട്ടാണ്, ഇതും പാപ്പ മുടി, ഉമ്മയും പാപ്പയും മുടി വെച്ചോണ്ട്. എന്തിനാന്ന് എന്തിനാന്ന് കുത്തകട വലിച്ച അക്ഷയന്ന്? കുട്ടീനെ നാണം കെടുത്തലൊന്നും മിണ്ടാണ്ടിക്കോ. ഇനി എന്താ ഇനി വീട്ടിലെത്തിട്ടോ? അസുബു, പിന്നെ മുടിയാരെ മുറിച്ചെന്ന് പറഞ്ഞേ കേട്ടിട്ടില്ല. ഉമ്മച്ചും പാപ്പച്ചാ സുന്ദരി ആയിനോ ചോദിച്ചോക്ക്, എല്ലാരോടും ചോദിച്ചോക്ക്, മുറിച്ചിട്ട് സുന്ദരി ആയിനോ ചോദിച്ചോക്ക്. കമന്റ് ചെയ്യണേ പറ. സ്റ്റാർ ഇട്ടത് എങ്ങനെയുണ്ട് കമന്റ് ചെയ്യണേ പറ. അവള് കാണിച്ചു കൊടുത്ത്. ഇനി ആരോ രാവിലെ സ്കൂളിലോട്ടല്ലേ? ആരോ രാവിലെ കുളിപ്പിച്ചേർത്തേ? സത്യം പറ. എന്നാ ലേസില്ല സത്യം പറഞ്ഞിട്ടില്ലെങ്കിൽ. എന്തെല്ലാം പാപ്പച്ചി ചെയ്തേര് രാവിലെ? രാവിലെ എനിക്ക് വിടുന്നു, പിന്നെ രാവിലെ എനിക്ക് മുടി മുറിച്ചു. രാവിലെ മുടി മുറിച്ചു തരാനോ? സത്യം മാത്രം പറ. സത്യം പറയുന്ന രാത്രിയല്ലേ മുടി മുറിച്ചേ? രാവിലെ എണീച്ചിട്ട് എന്താ ഇങ്ങോട്ട് പറ. അറിയില്ല എന്നാ വേണ്ട. ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോന്നേ? ഇപ്പൊ നമ്മള് വീട്ടില് ഗൈസ്, നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. പറഞ്ഞ നീ പറഞ്ഞോ.
ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം കണ്ടല്ലോ, കുറച്ച് ഹെക്റ്റിക് ആയത് കാരണം തന്നെ ഞാൻ അത്യാവശ്യം നല്ലപോലെ ടയേർഡായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ കട്ട് ചെയ്തിട്ട് കൊളാക്കി റമീസ്ഖാൻ്റെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാർബർ ഷോപ്പ് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൂനും മുടി മുറിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഹസ്ബൂനും മുടി ഞാൻ റമീസ്ക്കും കൂടി നൈറ്റ് മുറിച്ചത് അത് ഞാൻ മുമ്പേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവളുടെ ഹെയർ ഒന്നും കട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇതൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞു ദിവസത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ദിവസങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ എന്തെങ്കിലും ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ യൂട്യൂബിൽ പുതിയൊരു ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഒരു ഹൈപ്പും കൂടെ കൊടുത്തേക്കണം കേട്ടോ. നിങ്ങളുടെയൊക്കെ സ്നേഹവും സപ്പോർട്ടും കേട്ടോ എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഹാപ്പിനെസ്. അപ്പോൾ പുതിയ വീഡിയോ ഉടനെ വരാം. അതുവരേക്കും ബൈ.